ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിച്ച എല്ലാ കൃപകളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ TV ചാനലിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ ശ്രമിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സാവകാശമൊരുക്കിയ എല്ലാ സ്നേഹത്തെയും കൃപകളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല സമയം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടിച്ച് നമുക്ക് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പരിശുദ്ധനാദിയുമേ സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല നിമിഷം അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്ന അല്പനേരം അങ്ങയുടെ വചനമായി ഞങ്ങളായിരിക്കുമ്പോൾ ദൈവസാന്നിധ്യത്തിൻ്റെ മറവ് ഞങ്ങൾക്കായിരിക്കാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യണമെന്നടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കണം, മാനിക്കണം. കർത്താവെ, ഈ വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും കുടുംബങ്ങളെയും പേരുപേരായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ വിഷയങ്ങൾക്കൊരു വിടുതലും ആശ്വാസവും നന്മയുമാകുവാൻ കർത്താവ് സഹായിക്കണമെന്നടിയും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പാദപീഠത്തിലേക്ക് എല്ലാ വിഷയം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിടുതലയക്കണം, ദൈവസാന്നിധ്യത്തിൻ്റെ മറവിലും അപ്പോൾ ഞങ്ങളെ മറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ നല്ല സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കടന്നു വരുവാൻ ദൈവം നമ്മളെ സഹായിച്ച എല്ലാ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് കടന്നു പോകുമെന്നുള്ള ചിന്തയിൽ വ്യാകുലത്തിൽ പലരും കടന്നു പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു, നാളെ എന്നൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാകും, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ നാളെ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇന്നലകളുടെ പരാജയങ്ങളെ നാളെ എന്ന ദിനത്തെ എനിക്ക് വിജയമാക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് ആയിരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും ഉണ്ടായിരിക്കാം. എന്നാൽ ഒരു സൈഡിൽ അങ്ങനെ ഇരിക്കുക, മറ്റൊരു സൈഡിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ എനിക്കത് വേണ്ട, എൻ്റെ ജീവിതം മതി എന്ന് പറഞ്ഞ് ഭാരത്തോടെ ഇരിക്കുന്ന ഒരു കൂട്ടം ജനം ഇന്ന് ഈ ഭൂമിയുടെ പരപ്പിലുണ്ട്. ഇന്ന് പകൽ എൻ്റെ മുമ്പിൽ എന്നെ ഈ വചനത്തിലൂടെ, ഈ TV ചാനലിലൂടെ ശ്രവിക്കുന്ന എല്ലാ ദൈവ മക്കളോടും എല്ലാവരോടും ഞാൻ ഓർത്ത് പ്രാർത്ഥിച്ച് നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ അറിയാതിരിക്കുമ്പോൾ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയൊരു അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. നമുക്കതിനാധാരമായി അല്പനേരത്തെ ചിന്തിക്കാൻ ഒരു വാക്യം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാമത്തെ വാക്യം. അതിങ്ങനെ പറയുന്നു, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൽ മുഴുവൻ പ്രതികൂലമായി 12 വർഷമായി രോഗത്താൽ ഭാരപ്പെട്ട് പ്രയാസത്തോടെ നാളെ എങ്ങനെയെന്ന് പറയുവാൻ പോലും കഴിയാതെ വണ്ണം ആയിരിക്കുന്ന ഒരു സ്ത്രീയെ നമുക്കവിടെ കാണാൻ കഴിയുകയാണ്. സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു, തനിക്കുണ്ടായിരുന്ന സകല സമ്പത്തും നഷ്ടപ്പെട്ടു. ഇനി ഒരു പ്രതീക്ഷയും തൻ്റെ മുമ്പിൽ ഇല്ലാതിരിക്കുമ്പോൾ താൻ സൊസൈറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, താൻ അവരുടെ ഫാമിലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ബന്ധുമിത്രാദികളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, സകലരിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു സ്ത്രീ, നാളെ എന്നൊരു പ്രതീക്ഷയില്ലാതിരിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ തൻ്റെ കാതുകളിൽ കേൾക്കുന്ന ശബ്ദമുണ്ട്, നസ്രയനായ യേശു കടന്നു വരുന്നു എന്ന്. യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ഒരു പക്ഷേ ആ സ്ത്രീ കേട്ടിരിക്കാം. ദൈവം എനിക്കും ഒരു വിടുതൽ തരുമെന്നുള്ള പ്രതീക്ഷയോടെ താൻ കടന്നു വന്ന ദൈവത്തിന് മുമ്പിൽ സ്തോത്രം, ആരും കാണാതെ, ഒരുപക്ഷെ സൊസൈറ്റി എന്നെ അനുവദിക്കുന്നില്ല പുറത്തു വരുവാൻ, പക്ഷേ എങ്ങനെയെങ്കിലും എനിക്ക് സൗഖ്യം വേണമെന്ന ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നൊരു സ്ത്രീയെ നമുക്കവിടെ കാണാൻ കഴിയുകയാണ്. സ്തോത്രം, പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടാലും, സകല നന്മകളും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും, ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഒരു വകയുണ്ട്. യേശു ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായിത്തീരും. മനുഷ്യന് അസാധ്യമെന്ന് സകലതും എൻ്റെ ദൈവത്താൽ സാധ്യമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ
നിങ്ങൾ ഏത് പ്രതിസന്ധികളിലൂടെ പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. രോഗത്താൽ, കടബാധ്യതകളാൽ, സ്വത്രം മറ്റ് നിങ്ങളുടെ തലമുറകളുടെ വിഷയത്താൽ, മറ്റ് പല വിഷയങ്ങളാൽ നിങ്ങൾ ഭാരപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം. എന്നാൽ ഇന്ന് ഈ പകൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു യേശു ഇന്ന് പകൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ യാദൃച്ഛികമായിട്ടായിരിക്കും നിങ്ങൾ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നത്. ഇന്ന് ശബ്ദം കേൾക്കുന്നെങ്കിൽ എൻ്റെ ദൈവം പറയുന്നു, ഇത് നിങ്ങളോട് ദൈവം സംസാരിക്കുന്നതാണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. മനുഷ്യന് വേണ്ടെങ്കിലും, കൂടപ്പിറപ്പുകൾക്ക് വേണ്ടെങ്കിലും, സ്വന്തക്കാർക്ക് വേണ്ടെങ്കിലും, സൊസൈറ്റിക്ക് വേണ്ടെങ്കിലും ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട് എന്ന്. ഈ സ്ത്രീ എല്ലാ ജനത്തിൻ്റെ ഇടയിലൂടെ ആരും കാണാതെ യേശുവിൻ്റെ തൊങ്ങലിൽ ഒന്ന് തൊടുവാൻ ഇടയായി തീർന്നു. സ്വത്രം തൊങ്ങലിൽ അവളുടെ ഹൃദയത്തിൻ്റെ അകത്തെ ചിന്ത എങ്ങനെയാണ്? ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിലെങ്കിലും അല്ലെങ്കിൽ സൈഡിലെങ്കിലും ഞാൻ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്നുള്ളൊരു വിശ്വാസം. ഇന്ന് പകൽ നിങ്ങളുടെ സകല വിശ്വാസങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നൊരു വ്യക്തിത്വമാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന വിശ്വാസത്തോടെ ഈ രോഗിയായ സ്ത്രീ യേശുവിൻ്റെ തൊങ്ങലിൽ തൊടുവാൻ തയ്യാറായതുപോലെ ഇന്ന് വിശ്വാസത്തോടെ യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കുവാൻ, യേശുവിനോടൊന്ന് ചോദിക്കുവാൻ, യേശുവെ എൻ്റെ സ്ഥിതിക്കൊന്ന് ഭേദം വരുത്തണമെന്ന് പറയുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ ഇന്ന് പകൽ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടയായിത്തീരും. സ്തോത്രം. സ്തോത്രം. താൻ തൻ്റെ സാഹചര്യങ്ങളെ അല്ല നോക്കിയത്, തൻ്റെ സൊസൈറ്റിനെ അല്ല നോക്കിയത്, തൻ്റെ കൂടപ്പിറപ്പുകളെ അല്ല നോക്കിയത്. തനിക്ക് വിടുതൽ വേണമെന്നുള്ള ഒരു ഹൃദയ വാഞ്ചയുള്ളൊരു സ്ത്രീ ദൈവസന്നിധിയിൽ കടന്നു വന്ന് സ്വത്രം എനിക്ക് ദൈവം എന്നെ കണ്ടില്ലേലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ തൊങ്ങലിലൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ടാകുമെന്ന്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വത്രം ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ആരും എന്നെ കാണണ്ട, ആരും എന്നെ കേൾക്കുന്നില്ല. സ്വത്രം നിങ്ങൾ ഏതൊരു അവസ്ഥയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, എന്നെ ആരും കാണണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഇന്ന് പകൽ കർത്താവ് പറയുന്നു, കുഞ്ഞെ നിനക്ക് വേണ്ടി അവൻ എഴുന്നള്ളി വന്നിട്ടുണ്ട്. സ്തോത്രം. യായിറോസിൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ മറ്റൊരുവൻ്റെ പ്രാർത്ഥന കേട്ട് അല്ലെങ്കിൽ മറ്റൊരുവൻ്റെ വാക്ക് കേട്ട് തൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ പോകുന്ന യേശു സ്വത്രം വേണമെങ്കിൽ പറയാം, യായിറോസിൻ്റെ വീട്ടിൽ പോകുന്ന യേശുവല്ലേ നീ എന്തിന് തൊടണമെന്ന് ചോദിക്കാം. പക്ഷേ ആവശ്യബോധത്തോടെ ഇന്ന് വിശ്വാസത്തോടെ തൊടുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നൊരു ദൈവ പൈതലാണെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായിത്തീരും. സ്തോത്രം. ലോകം എന്തും പറയട്ടെ, അത് നിൻ്റെ വിഷയമല്ല. നിൻ്റെ വിഷയം ദൈവം എനിക്ക് അത്ഭുതത്തെ ചെയ്യുമെന്നുള്ള ബോധ്യമുണ്ടായിരിക്കണം. ആദ്യം നമുക്ക് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള ബോധ്യം. പലപ്പോഴും നമുക്ക് എല്ലാവർക്കുമുള്ള കാര്യം ദൈവം എനിക്ക് ചെയ്യും. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. പലപ്പോഴും പലരും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപവസിച്ചു, ദൈവത്തിന് അത് ചെയ്തു, ദൈവത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നടന്നു, പക്ഷെ എന്തുകൊണ്ട് എനിക്ക് മാത്രമെന്ന് ചോദിക്കുന്ന പല വ്യക്തിത്വങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. കുഞ്ഞെ, നിനക്ക് ആ രോഗം വന്നില്ല. നമുക്ക് ആ സ്ത്രീയോട് ചോദിക്കാം, നിനക്ക് ഈ രോഗം വന്നില്ലായിരുന്നെങ്കിൽ ആ കൂടി നിൽക്കുന്ന ജനത്തിൻ്റെ കൂട്ടത്തിൽ ഒരു കാഴ്ചക്കാരനായിട്ടായിരിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ നിനക്ക് രോഗം വന്നതാണ് യേശുവിനെ ഒന്ന് തൊടുവാൻ ഇടയായി തീർന്നത്. ഇന്ന് യേശുവിനെ എനിക്കും നിങ്ങൾക്ക് തൊടുവാൻ ഇടയാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങളാണ്. അതുകൊണ്ട് ജീവിതത്തെ പ്രതികൂലങ്ങളെ ഓർത്തല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങൾ നിൽക്കേണ്ടത്. എനിക്ക് പ്രതികൂലമുണ്ടായാലും എൻ്റെ പ്രതികൂലത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് വേഗം കടന്നു വരാം. സ്വത്രം. ഈ സ്ത്രീ അങ്ങനെ ലേവ്യ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ലേവ്യ പുസ്തകം 15-30 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, സ്വത്രം സൊസൈറ്റിയിൽ നിന്നും തള്ളപ്പെട്ട വ്യക്തിയാണ്. രക്തസ്രാവമുള്ള സ്ത്രീ എവിടെ പാർക്കണം, സൊസൈറ്റി വിട്ട് ഔട്ട് സൈഡിൽ പാർക്കണമെന്നുള്ള പ്രമാണങ്ങളെല്ലാം ഇരിക്കെ സ്വത്രം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അതൊന്നും താൻ അതിന് ഗണ്യമാക്കാതെ, അതിനെ അത്രത്തോളം പ്രാധാന്യത കൊടുക്കാതെ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് വരണം, അല്ലെങ്കിൽ എൻ്റെ ദൈവത്തെ എനിക്കൊന്ന് തൊടണം.
ഇന്ന് നമുക്കൊരു ഉറപ്പുണ്ടാകട്ടെ, എനിക്കും തൊടണം, എൻ്റെ കർത്താവ് എനിക്കും വേണ്ടി വിടുതൽ തരുമെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ ഇടയായി തീരും. സ്തോത്രം. നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, ആമേൻ, ഒന്നാമത് കാണുന്നത്, അവൾ വിശ്വാസത്തോടെ വന്ന് യേശുവിൻ്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടതേ ഉള്ളൂ. ഒന്നാമത്തെ വിഷയം, ബാധ മാറി. എന്താണോ ആവശ്യത്തോടെ നീ വന്നത്, ഏത് ആവശ്യത്തോടെയാണോ നീ വന്നത്, ആ വിഷയത്തിന്മേൽ ദൈവം നിനക്ക് വേണ്ടി വിടുതൽ തരുവാൻ ഇടയായിത്തീരും. ജീവിതത്തിൽ ചില ബാധകൾ, ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ, ജീവിതത്തിൽ ചില രോഗങ്ങൾ, ജീവിതത്തിൽ തലമുറകളുടെ വിഷയങ്ങൾ, ജീവിതത്തിൽ മല പോലെയുള്ള വിഷയങ്ങളെ മാറണമെങ്കിൽ വിശ്വാസത്തോടെ തൊടുവാൻ അല്ലെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കണം. സ്വന്തം പ്രാർത്ഥിക്കുവാൻ കഴിയുന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും പ്രതീക്ഷകളെ കൈവിടാതെ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു ദൈവ പൈതല ഞാനും നിങ്ങളുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതത്തെ ചെയ്യുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ബാധ മാറി. 2, സ്വസ്ഥയായി. 1, ബാധ മാറി. 2, സ്വസ്ഥയായി. അവളുടെ ജീവിതത്തിൽ ഇന്നലെ വരെ സ്വസ്ഥതയില്ലാത്തൊരനുഭവമായിരുന്നു. ഇന്നെന്നെ കേൾക്കുന്ന പലരും നിങ്ങളുടെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമെന്നെന്ന് വർഷങ്ങളായി ഇതുവരെയും അറിയാതെ വണ്ണം കഴിയുന്ന കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് കുഞ്ഞ് നിന്നോട് സംസാരിക്കുന്നു. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും. നിൻ്റെ സ്വസ്ഥതയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്, നിൻ്റെ സമാധാനത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്താണോ അതിനെ ഇന്ന് ദൈവം ഉരുട്ടിമാറ്റുവാൻ, നിന്ദകളെ ഉരുട്ടിമാറ്റുവാൻ, അപമാനങ്ങളെ ഉരുട്ടിമാറ്റുവാൻ, ഭാരങ്ങളെ ഉരുട്ടിമാറ്റുവാൻ എൻ്റെ കർത്താവ് ഇന്ന് നിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത്, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്ത് എൻ്റെ യേശു അത്ഭുതത്തെ ചെയ്യുവാൻ ഇടയായിത്തീരും. സ്തോത്രം. 1, വിശ്വാസത്തിൽ ബാധ മാറിയെങ്കിൽ 2, സ്വസ്ഥതയാകണം. ഇന്ന് നമുക്കൊരു സ്വസ്ഥതയുണ്ടോ? പല കുടുംബങ്ങളിൽ ചെന്നാൽ ചോദിച്ചാൽ നമുക്കറിയാം, പുറമേ വല്ല ആഡംബരങ്ങളെല്ലാം ഉണ്ട്, പണമുണ്ട്, കാറുണ്ട്, വീടുണ്ട്, സകലതുമുണ്ട്. പക്ഷെ ഭവനത്തിൻ്റെ അകത്ത് സ്വസ്ഥതയില്ലാതെ, ഒരു ഭവനത്തിൻ്റെ അകത്ത് ഭാര്യ ഭർത്താവിനോടും മിണ്ടാതെ, ഭർത്താവ് ഭാര്യയോടും മിണ്ടാതെ, മക്കൾ അമ്മയപ്പന്മാരോടും മിണ്ടാതെ കഴിയുന്ന എത്ര കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. ഈ കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നൊരു വിഷയമുണ്ട്. കുഞ്ഞെ, നിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് സമാധാനം തരുവാൻ, നിൻ്റെ കുടുംബത്തിനകത്ത് വിടുതൽ തരുവാൻ, നിൻ്റെ കുടുംബത്തിനകത്ത് ശാന്തത വരുത്തുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. എവിടെയാണ് പ്രതികൂലം? ഇന്നലെ വരെ നീ ആ പ്രതികൂലത്തെ നോക്കി നീ നിന്ന് ഒരുപക്ഷെ നീ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നൊരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നിൻ്റെ ബിസിനസ് മുഴുവൻ പൊളിഞ്ഞ് നാളെ എന്തെന്ന് ചിന്തിക്കാൻ പോലും കഴിയാതെ വണ്ണം നിൽക്കുന്നൊരു വ്യക്തിയായിരിക്കാം. എന്നാൽ എൻ്റെ യേശു പറയുന്നു, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. നിൻ്റെ പണമോ, നിൻ്റെ പ്രതാപമോ, നിൻ്റെ വിദ്യാഭ്യാസമോ, നിൻ്റെ ആരോഗ്യമോ ഒന്നുമല്ല എൻ്റെ കർത്താവ് ചോദിക്കുന്നത്. നിൻ്റെ വീട് വേണ്ട, ബംഗ്ലാവ് വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ കർത്താവ് ചോദിക്കുന്നത്, വിശ്വാസത്തോടെ എന്നോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ? വിശ്വാസത്തോടെ എൻ്റെ തൊങ്ങലിലൊന്ന് തൊടുവാൻ കഴിയുമോ? നിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് സമാധാനം വരുവാനിടയായിത്തീരും. സമാധാനം നിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് ഇന്നു മുതൽ അവകാശമാണ്. ഇന്നു മുതൽ സമാധാനം നിൻ്റെ അവകാശമാണ്. അത് എൻ്റെ കർത്താവ് തരുവാൻ ശക്തനാണ്. സ്തോത്രം. 3, സമാധാനം വന്ന തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് മൂന്നാമത് കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യം, എന്നെ തൊട്ടത് ആര്? സ്തോത്രം. ഇന്ന് പകൽ ജീവിതത്തിൽ ദൈവം നമ്മുടെ കുടുംബത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യുമ്പോൾ ദൈവം ചോദിക്കുന്നത്, എന്നെ തൊട്ടതാര്? ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാകണമേ. കഴിഞ്ഞ നാളുകൾ നിങ്ങൾ ആരാധിച്ചു, പ്രാർത്ഥിച്ചു, ദൈവത്തിന് സന്നിധി വിശ്വസ്തയോടെ നിന്നു. പലപ്പോഴും പ്രതികൂലങ്ങൾ മാത്രമാണ്. സ്തോത്രം. ബാധകൾ കൊണ്ടും സമാധാനമില്ലാത്ത അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നുപോയി. എന്നാൽ ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തെ മാറ്റി മറിച്ച് സ്തോത്രം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവ് ഇറങ്ങി വന്നിരിക്കുമ്പോൾ
നിൻ്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ വന്നു കഴിയുമ്പോൾ എൻ്റെ കർത്താവ് ചോദിക്കുന്നു, ആമസ്തോത്രം, എന്നെ തൊട്ടതാര്? ദൈവത്തെ ഒന്ന് തൊടുവാൻ, ദൈവത്തോടൊന്ന് ചേർന്നിരിക്കുവാൻ നിനക്ക് കഴിയുമോ? ജീവിതത്തിൽ ഏതെങ്കിലും മേഖല ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഒരു അകൽച്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഏതെങ്കിലും മേഖല ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ, ആമസ്തോത്രം, യെരൂശലേമിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന മനുഷ്യൻ കള്ളന്മാരാൽ അടിക്കപ്പെട്ട് നഗ്നനായി അവനെ വിട്ടിട്ട് പോയി. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ദൈവത്തിൽ നിന്നൊരു അകലച്ച നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ? ഇന്നലെ നിങ്ങൾ പ്രാർത്ഥിച്ചവരായിരിക്കാം, ഇന്നലെ നിങ്ങൾ ആരാധിച്ചവരായിരിക്കാം, ഇന്നലെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഒത്തിരി കൊടുത്തവരായിരിക്കും, ഇന്നലെ ദൈവത്തിന് വേണ്ടി ഒത്തിരി നിന്നവരായിരിക്കാം. പക്ഷേ ഇന്ന് അറ്റ് ദ പ്രസൻസ് വാട്ട്സ് യുവർ സിറ്റുവേഷൻ? ദൈവം ചോദിക്കുന്നു, ഇപ്പോൾ എന്താ നിൻ്റെ സാഹചര്യം? നീ ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ടോ? ഇന്ന് ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ ദൈവം നിൻ്റെ ജീവിതത്തിനകത്തെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ശക്തനായ ദൈവമാണ്. പ്രതികൂലം എത്ര വലുതാകട്ടെ, പ്രതിസന്ധികൾ എത്ര വലുതാകട്ടെ, ഇന്നലകളെ ഓർത്ത് നീ ഭാരപ്പെട്ടിരിക്കുവാനല്ല. ഈ ലോകമനുഷ്യൻ നിന്നോട് പറയുന്നത് നിന്ദകളും പരിഹാസങ്ങളും അപമാനങ്ങളും ഒറ്റപ്പെടുത്തുകളുമാണെങ്കിലും എൻ്റെ കർത്താവ് പറയുന്നു, ഈ ലോകമനുഷ്യൻ ഒറ്റപ്പെടുത്തിയാലും ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ കൂടെ ലോകത്തിൻ്റെ അവസാന നാളോ എല്ലാ നാളും നിൻ്റെ കൂടെയുണ്ടെന്ന് അരുളിച്ചതൊരു കർത്താവ് ഇന്ന് പകൽ നിൻ്റെ കൂടെയുണ്ട്. കുഞ്ഞെ, മാതാവേ, പിതാവേ, കൂടപ്പിറപ്പുകളെ, എൻ്റെ ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, നിൻ്റെ ഏത് സാഹചര്യത്തെയും മാറ്റുവാൻ ശക്തനായ ദൈവമാണ്. നമുക്ക് ആ സ്ത്രീയെക്കുറിച്ച് കാണാൻ, തനിക്കുണ്ടായിരുന്നത് മുഴുവൻ വിറ്റ്, ഒരു പക്ഷേ ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, നിങ്ങളുടെ ഭാര്യയെ ഓർത്ത്, നിങ്ങളുടെ ഭർത്താവിനെ ഓർത്ത്, നിങ്ങളുടെ സകല ധനവും സകലതും വിറ്റ്, കടപ്പാടം വരെയും വിറ്റ് നിങ്ങൾ നിൽക്കുന്നൊരു വ്യക്തിയായിരിക്കാം. ഒരു മരണമല്ലാതെ മറ്റൊരു കാര്യം എൻ്റെ മുമ്പിലില്ല എന്ന് പറയുന്നൊരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് കർത്താവ് പറയുന്നു, മരണമല്ല കുഞ്ഞെ, ഒരു ജീവൻ നിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടാകാൻ പോവുകയാണ്. ഒരു ജീവൻ പ്രാപിക്കണമോ? യായിറോസ് പ്രാർത്ഥിച്ചപ്പോൾ യായിറോസിൻ്റെ കൂടെ പോയ യേശുവിനെ അവൻ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കും. നീ ഒരുപക്ഷെ കാണാം, മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അത്ഭുതങ്ങൾ നടക്കുന്നത് കാണാം. എന്നാൽ ഇന്ന് വിശ്വാസത്തോടെ നിൻ്റെ കുടുംബത്തെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണോ? വിശ്വാസത്തോടെ നിൻ്റെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? വിശ്വാസത്തോടെ നിൻ്റെ ബിസിനസ് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണോ? വിശ്വാസത്തോടെ നിൻ്റെ തകർന്നു കിടക്കുന്ന കുടുംബജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ദൈവം നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്ത്, അടയാളങ്ങളെ ചെയ്ത്, ഇന്നലെ വരെ കാണാത്ത, ഇന്നലെ വരെ നീ അനുഭവിക്കാത്ത, ഇന്നലെ വരെ നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തലത്തിൽ ദൈവത്തിൻ്റെ മഹത്വം നിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത്, നിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത്, നിൻ്റെ എല്ലാ റിലംസിലും എൻ്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുവാൻ ശക്തനായി ഇന്നും നിലകൊള്ളുന്നുണ്ട്. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ഒരു യേശു ഇന്ന് പകൽ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ രക്തസ്രാവമുള്ള സ്ത്രീക്ക് ഒരു വിശ്വാസം കൊടുത്തതുപോലെ ഇന്ന് പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, സമ്പത്തുണ്ടെങ്കിൽ, കുടുംബത്തിനകത്ത് സമാധാനമുണ്ടെങ്കിൽ, മക്കൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ ചിന്തിക്കും പെർഫെക്റ്റായിരുന്നു. എന്നാൽ ഇതൊന്ന് പോയാലോ നമ്മൾ പറയും, ഈ ലോകത്തിലെ പോലെ കഥഭാഗ്യൻ വേറെ ആരുമില്ല എന്ന് ഒരു പക്ഷെ നിങ്ങൾ പറയുമായിരിക്കും. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ലോകം നിങ്ങളെ കഥഭാഗ്യനെന്നോ, നിങ്ങളെ കൂടപ്പിറപ്പുകൾ കൊള്ളത്തില്ലാത്തവനെന്നോ, നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും, നിൻ്റെ കൂടപ്പിറപ്പുകൾ അല്ലെങ്കിൽ നിൻ്റെ കൂട്ടുകാർ നിന്നെ ഗണ്യമാക്കാതെ പോകുന്നെങ്കിൽ, നിൻ്റെ സ്വന്തക്കാർ ഗണ്യമാക്കാതെ പോകുന്നെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളോട് ദൈവാത്മാവിൽ പറയട്ടെ, ചില കുടുംബങ്ങളോട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. തകർന്ന കുടുംബത്തെ ഇന്ന് ദൈവം പണിയാൻ പോവുകയാണ്. അസമാധാനത്തോടെ പോകുന്ന ചില കുടുംബങ്ങളെ, നിന്റെ തലമുറകളെ ഓർത്ത് കരയുന്ന ചില കുടുംബങ്ങളെ
പ്രിയമാതാവേ, നീ പ്രാർത്ഥിച്ച് രാത്രി യാമങ്ങൾ പകൽ പോലെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും നിൻ്റെ തലമുറകൾക്ക് മാറ്റം സംഭവിക്കാതെ ഇന്നിരിക്കുന്നൊരു വ്യക്തിത്വമാണ് നിങ്ങളെങ്കിൽ, പ്രിയമാതാവേ, പിതാവേ, നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ അത്ഭുതം നിൻ്റെ കുടുംബത്തിനകത്ത് നടക്കുവാൻ ശക്തനാണ്. നടക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ അടുത്ത് വരണം. ഒരുപക്ഷെ നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ഒരുപക്ഷെ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവരായിരിക്കാം. എന്നാൽ ഇന്ന് ദൈവം ചോദിക്കുന്നത് നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധം എത്രത്തോളമാണ്. ആമേൻ. ധൈര്യത്തോടെ വിശ്വസിക്കുക. ദൈവം സ്തോത്രം, ഒരാൾക്ക് യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ന സൊസൈറ്റിക്ക് വേണ്ടിയിട്ടല്ല, ഈ സകല ലോകത്തിനും വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതാണ്. അവനാൽ കഴിയാത്ത ഒരു കാര്യം ഈ ഭൂമിയുടെ പരപ്പിൽ ഇല്ലാതിരിക്കെ, സ്തോത്രം, 139 സങ്കീർത്തനം പറയുന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് എങ്ങനെ. യോബ് പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ അസ്ഥികൾ രൂപാന്തരപ്പെടുന്നത് എങ്ങനെ എന്ന് ചോദിച്ചതുപോലെ ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികളുടെയും അവസ്ഥയാണെങ്കിലും ദൈവം പറയുന്നത് അതിനെയെല്ലാം ഞാൻ നിവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. എത്ര പ്രതികൂലമാകട്ടെ, എത്ര പ്രതിസന്ധിയാകട്ടെ, ഇന്ന് പകൽ വിശ്വാസത്തോടെ ആ സ്ത്രീ കർത്താവിൻ്റെ തൊങ്ങലിൽ തൊട്ടതുപോലെ, എൻ്റെ യേശുവിൻ്റെ തൊങ്ങലല്ല പ്രാധാന്യത, എൻ്റെ യേശുവാണ് പ്രാധാന്യത. യേശു പ്രാധാന്യതയായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിൽക്കുന്നെങ്കിൽ, ഈ വിശ്വാസത്തോടെ യേശുവിനെ ഇന്ന് തൊടുവാൻ കഴിയുന്നെങ്കിൽ, എൻ്റെ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടയായിത്തീരും. അത്ഭുതങ്ങളെ ചെയ്യണമോ, വിടുതലുകളെ അയക്കണോ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് വെളിപ്പെടും. അവിടെ ഇങ്ങനെ അവസാനം പറയുന്നത്, ഇങ്ങനെ പറഞ്ഞ് 34 വാക്യം, മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 34 വാക്യം ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞു സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. നിൻ്റെ വിശ്വാസം. അത് പക്ഷേ എന്നെ കേൾക്കുന്നവർ പറയും, ഇതൊന്നും നടക്കത്തില്ല, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കാനുള്ള. അതാണ് നിൻ്റെ വിശ്വാസം. എബ്രായ ലേഖനം സ്തോത്രം 1 വാക്യം ഇങ്ങനെ പറയുന്നു, വിശ്വാസമെന്ന് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്ന ആ നിശ്ചയം ഉണ്ടായിരിക്കും. നമുക്കൊരു കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് നിശ്ചയമുണ്ട്. നമ്മളെല്ലാവരും പറയും, എനിക്ക് വിശ്വാസമില്ല, പക്ഷെ നാളെ എനിക്കൊരു നന്മയുണ്ടാകുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് നാളെ ഞാൻ ഡെവലപ്പ് എടുത്തും. എങ്ങനെ പറയും, നാളെ നിനക്ക് കാണാൻ പറ്റുമെന്ന് നിനക്ക് പറയാൻ കഴിയുമോ? പക്ഷേ നമ്മൾ ഹൃദയത്തിൻ്റെ അകത്ത് എൻ്റെ കഴിവ്, എൻ്റെ പ്രാപ്തി, എൻ്റെ എഡ്യൂക്കേഷൻ, അതിലൂടെ ഞാൻ നാളെ ഒരു നന്മയെത്തുമെന്ന് നീ പറയുമായിരിക്കുക. എന്നാൽ ഇന്ന് കർത്താവ് പറയുന്നു, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. എന്നാൽ ഇന്ന് ആ സ്ത്രീയെപ്പോലെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ, നിൻ്റെ അസമാധാനത്തോടെ ഇരിക്കുന്ന കുടുംബങ്ങൾ, തകർന്നിരിക്കുന്ന കുടുംബജീവിതം, നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ, ഭാര്യ ഭർത്താവും ഇണ്ടാത്ത അവസ്ഥകൾ, ബിസിനസ് തകർന്ന അവസ്ഥ, ആ രോഗത്തെ സകലതും ചെലവായ അവസ്ഥ, എന്നാൽ ഇന്ന് കർത്താവ് പറയുന്നു, കുഞ്ഞെ, നിനക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങളെ ചെയ്യും. വിശ്വസിക്കാൻ കഴിയുമോ? മനുഷ്യന് അസാധ്യം എന്ന സകലതും ദൈവത്താൽ സാധ്യമെന്ന്. മനുഷ്യന് അസാധ്യം, എന്നാൽ ദൈവത്തിന് സകലതും സാധ്യം. അങ്ങനെയെങ്കിൽ സാധ്യമാക്കുന്ന ദൈവം ഇന്ന് പകൽ നിൻ്റെ ചാരത്തുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, സ്തോത്രം, നിങ്ങളുടെ ചാരത്ത് ഇപ്പോൾ യേശു കൊണ്ട് ആ യേശുവിനോട് നമുക്ക് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എന്നോട് ചേർന്ന് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരു നിമിഷം നിങ്ങളിരിക്കുന്നിടത്ത്, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ടോ, ഒരുപക്ഷെ നിങ്ങൾ മൊബൈലിലൂടെ ആയിരിക്കാം കേൾക്കുന്നത്, ഏത് സാഹചര്യത്തിൽ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടച്ച് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ തൊങ്ങലിൽ 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ വന്ന് തൊട്ട് സൗഖ്യം പ്രാപിച്ചതുപോലെ ബാധ മാറി, സ്വസ്ഥതയുണ്ടായി,
എന്ന് തൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ തിരുവചനത്തിലൂടെ പഠിക്കുമ്പോൾ ഇന്ന് പകൽ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ബാധകളാൽ ഭാരപ്പെടുന്ന കുടുംബങ്ങളെ, സ്വസ്ഥതയില്ലാത്ത കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കന്മാരെ, സ്വത്രം പ്രിയ ഹസ്ബൻഡിൻ്റെ മദ്യപാനത്തെ ഓർത്ത്, കടബാധ്യതകളെ ഓർത്ത് ഭാരപ്പെടുന്ന കുടുംബങ്ങളെ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. തകർന്നതിനെ പണിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ ഈ കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ. ബിസിനസ് തകർന്ന് മരണമല്ലാതെ, ഞാനും എൻ്റെ കുടുംബവും മരണമല്ലാതെ കടം കയറി ബാധ്യതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കുടുംബങ്ങളെ ഓർത്തുന്ന ദൈവം പറയുന്നു, കർത്താവേ, അങ്ങ് കരം നീട്ടുന്ന കൃപയ്ക്കായി സ്തോത്രം, അങ്ങ് വിടുതലയക്കുന്ന കൃപയ്ക്കായി സ്തോത്രം, അത്ഭുതങ്ങളെ ചെയ്ത് അവരെ സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇപ്പോൾ തന്നെ റൈറ്റ് നൗ അപ്പോൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ കുടുംബങ്ങളെ ദൈവം വിടുതലയക്കണമേ, ഈ കുടുംബങ്ങൾക്കകത്ത് അത്ഭുതങ്ങൾ ചെയ്യണമേ, ഈ കുടുംബങ്ങൾക്ക് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, അസമാധാനങ്ങൾ മാറട്ടെ, കുഞ്ഞുങ്ങളെ തകർന്ന അവസ്ഥകൾ മാറട്ടെ, തകർന്നു കിടക്കുന്ന കുടുംബങ്ങളുടെ അവസ്ഥകൾ മാറട്ടെ, ബിസിനസ്സുകൾ തകർന്നു കിടക്കുന്ന അവസ്ഥകൾ മാറട്ടെ, പുതിയ ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്നവർക്ക് പുതിയ ബിസിനസ്സുകൾ തുടങ്ങട്ടെ. എല്ലാ നന്മകൾ കൊണ്ടവരെ നിറയ്ക്കണമേ. നിരാശപ്പെടാതെ വണ്ണം വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങളിന്ന് പകൽ ഒരുമിച്ച് അവരോട് ചേർന്ന്, എൻ്റെ കർത്താവ് ഈ ശബ്ദം കേൾക്കുന്നവരോട് ചേർന്ന് അടിയന് പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു, ഈ കുടുംബങ്ങൾക്ക് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുമെന്ന്, ഈ വ്യക്തിത്വങ്ങൾക്ക് അത്ഭുതങ്ങളെ ചെയ്യുമെന്ന്. അവൻ പഠിക്കുവാൻ ബുദ്ധിയില്ലാതെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ പഠനം പാതുവഴി അവസാനിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കണമേ, ബുദ്ധിമുട്ടുകൾ തിരിച്ചു കൊടുക്കണമേ, ദൈവകൃപയിൽ പൊതിയണമേ. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. ഇന്ന് യേശു നിങ്ങളുടെ കുടുംബത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടുമ്പോൾ ദൈവം അവിടെ ഇവിടങ്ങളായി നമ്മളെ പരിപാലിക്കട്ടെ. ദിവസങ്ങൾ നമുക്ക് കാണാം, കേൾക്കാം, ദൈവം നിങ്ങൾക്ക് അത്ഭുതങ്ങളെ ചെയ്തു എന്ന്. നിങ്ങളെല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.